എന്താടാ സൂര്യൻ ഉദിച്ചത് നീ അറിഞ്ഞില്ലേ? അതോ നിന്റെ വീടിന് മാത്രം ഇന്ന് ഗ്രഹണം വല്ലതുണ്ടോ? നീ ഒരു ലൈറ്റ് വെറുതെ ഇടുമ്പോൾ ട്രാൻസ്ഫോർമറിൽ വെറുതെ ചൂട് കൂടുകയാണ്. മര്യാദയ്ക്ക് ഓഫ് ചെയ്യണ്ട. പൊന്നു മെസ്സി ചേട്ടാ, ഈ ഒരു തുണി നനയ്ക്കാൻ ഇത്രയും വലിയ മോട്ടോർ കറക്കണോ? ഒരു തുണിയായാലും 10 തുണിയായാലും ഞാൻ എടുക്കുന്ന അധ്വാനം ഒന്നാണ്. തുണി നിറച്ചിട്ടാ നിനക്ക് ലാഭിക്കാം. ആന്റി, ഈ സന്ധ്യാസമയത്ത് തന്നെ ഇത് വേണമായിരുന്നോ? ഇത് പകലാക്കിക്കൂടെ? വൈകുന്നേരം 6 മുതൽ 10 വരെയാണ് ഗ്രിഡ് ശ്വാസം മുട്ടുന്ന സമയം. ഈ സമയത്ത് ഹീറ്റിംഗ് എലമെന്റ് ഉള്ള സാധനങ്ങൾ ഉപയോഗിച്ച് 100% ആയില്ലടാ. ഇനി 200 ആക്കാനാണോ നിന്റെ ഭാവം? ബാറ്ററി നിറഞ്ഞാൽ ഈ അഡാപ്റ്റർ കറണ്ട് വലിച്ച് ചൂടായിക്കൊണ്ടിരിക്കും. ഇതിനെയാണ് ലീക്കേജ് കറണ്ട് എന്ന് പറയുന്നത്. ടാങ്ക് നിറഞ്ഞ കണ്ടില്ലേ? ഓടിപ്പോയി ഓഫ് ചെയ്യ്. വെള്ളം മാത്രമല്ലടാ പോകുന്നത്, നിന്റെ വീട്ടിലെ പണമാണ് ഈ ഒലിച്ചു പോകുന്നത്. ഒരു മോട്ടോർ വലിക്കുന്ന അത്രയും കറണ്ട് വേറെ ഒന്നിനും ആരുമില്ലല്ലോ. ഈ ചുവരുകൾക്ക് പഠിക്കാനാണോ ടി വി ഓൺ ചെയ്തിരിക്കുന്നത്? മര്യാദക്ക് പോയി ആ സ്വിച്ച് ഓഫ് ചെയ്യടാ. ഒരു വശത്ത് ലോഡ് ഷെഡിംഗ് കാരണം ഹോസ്പിറ്റലുകളും ഫാക്ടറികളും കഷ്ടപ്പെടുന്നു. അതിനകത്ത് സ്വർണം വല്ലതും വെച്ചിട്ടുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുറന്നു നോക്കാൻ. നീ ഇങ്ങനെ ഇടയ്ക്കിടെ തുറക്കുമ്പോ അകത്തെ തണുത്ത വായു പുറത്തു പോവുകയും പുറത്തെ ചൂടുവായു അകത്ത് കയറുകയും. നിനക്ക് മഞ്ഞുമലയിൽ ഉറങ്ങണമെങ്കിൽ അന്റാർട്ടിക്കയിലോട്ട് വിട്ടോ. പുറത്ത് 35 ഡിഗ്രി ചൂടുള്ളപ്പോൾ നീ അകത്ത് 16 ഡിഗ്രി വെച്ചാൽ ഈ മെഷീൻ നിർത്താതെ ഓടേണ്ടി വരും. 24 ഡിഗ്രിയിൽ വെച്ചാൽ നിനക്ക് ഗ്യാസ് തീർന്നോ? അതോ ഒരു കപ്പ് ചായ ഉണ്ടാക്കാൻ 2000 വാട്ട് തന്നെ വേണോ? ലാഭിക്കാൻ പഠിക്കും. വൈദ്യുതി ഉപയോഗിച്ച് ചൂടുണ്ടാക്കുന്നത് ഏറ്റവും ചെലവേറിയ പരിപാടിയാണ്. അപ്പൊ കൂട്ടുകാരെ, ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. മുറിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ലൈറ്റും ഫാനും ഓഫ് ചെയ്യുന്നത് ശീലമാക്കുക. സാധാരണ ബൾബുകൾ മാറ്റി LED ബൾബുകൾ ഉപയോഗിക്കുക. AC എപ്പോഴും 24 ഡിഗ്രി സെസിയിൽ ഇടുക. ഇത് വൈദ്യുതി ലാഭിക്കാൻ സഹായിക്കും. പീക്ക് അവറിൽ മോട്ടോർ, ഇസ്തിരിപ്പെട്ടി, വാഷിംഗ് മെഷീൻ എന്നിവ ഉപയോഗിക്കരുത്. പകൽ സമയത്ത് ജനലുകൾ തുറന്നിട്ട് വെളിച്ചവും കാറ്റും കയറ്റുക. ചാർജിംഗ് കഴിഞ്ഞാൽ പ്ലഗ് ഊരി മാറ്റുക. ഫ്രിഡ്ജ് ഇടയ്ക്കിടെ തുറക്കുന്നത് ഒഴിവാക്കുക. വസ്ത്രങ്ങൾ ദിവസവും ഓരോന്നായി തേക്കാതെ ആഴ്ചയിൽ ഒരിക്കൽ ഒരുമിച്ച് തേക്കുക. ഉപകരണങ്ങൾ, AC ഫിൽട്ടർ, ഫ്രിഡ്ജ് കോയിൽ കൃത്യമായി വൃത്തിയാക്കി വെക്കുക.